അകലെ അകലെയ കാൽവരി നിരയിൽ പിടയുന്നു ലോകൈകനാഥൻ. ഇനിയും ഉറങ്ങാത്ത നാഥന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു ജീവന്റെ ദാനം. അകലെ. ഹല്ലേലൂയ. ശരിക്കും കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ പഠിച്ചത് യൂദായുടെ ലേഖനം അതിൻ്റെ 3-ാമത്തെ വാക്യം, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ യൂദാ പറയുന്ന ഇതാണ്, ഞാൻ ഒരു നല്ല സ്തോത്രഗീതമൊക്കെ എഴുതാനിരുന്നതാണ്. യൂദാ എന്ന് പറയുന്നത് ദ വേർഡ് മീനിങ് പ്രൈസ്, അതായത് നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. എന്നാൽ അത് എഴുതുമ്പോഴും അതിൻ്റെ ശക്തീകരണം കുറയ്ക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചൊന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും കഴിക്കുകയും. അതിൻ്റെ അർത്ഥം ഈ കോമൺ ഫെയ്ത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെ പോകും. ഫൗണ്ടേഷനാണത്. എന്നാൽ അതിനെക്കുറിച്ച് എഴുതാൻ ഞാൻ സകല പ്രയത്നവും കഴിക്കുന്നതായ സമയത്ത് പെട്ടെന്ന് ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് പറയേണ്ടി വന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കോമൺ ഫെയ്ത്തിനെ കുറിച്ച് എഴുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. കോമൺ ഫെയ്ത്ത്, രക്ഷ എന്താണ്, വിശ്വാസം എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതെന്തിനു വേണ്ടിയാണ്, എല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കുറെ പഠിച്ചു. എന്നാൽ അതേസമയം യൂദാ പറയുകയാണ്, ആ രക്ഷയുടെ ഉപദേശം നിങ്ങൾക്ക് കുറച്ചറിയാം, എന്നാൽ അതിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ പറയുമ്പോൾ തന്നെ അതിനു വേണ്ടി, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ആദ്യം വിശ്വാസം പഠിക്കണം. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പഠിക്കാൻ സകല ഉത്സാഹവും കഴിക്കണം. എന്നാൽ ആ രക്ഷയുടെ ഉപദേശം പഠിച്ചവൻ അതിനു വേണ്ടി പോരാടണം. ഒന്ന് പഠിക്കണം, പക്ഷെ പഠിച്ചവൻ അതിനു വേണ്ടി പോരാടണം. കാര്യം അതിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുവേണ്ടി ജീവൻ കളയാനും ഒരുവൻ തയ്യാറാകും. കാര്യം അവനെ രക്ഷയ്ക്ക് പ്രാപ്തമാക്കി സ്വർഗത്തിലേക്ക്, നമ്മൾ കണ്ട കാര്യമാണല്ലോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മെ സകല അധർമ്മത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് സകല സൽപ്രവൃത്തികളാലും നമ്മളെ നിറച്ച് തനിക്ക് തന്നെ ശുദ്ധീകരിച്ച് അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതെല്ലാം ആ കോമൺ ഫെയ്ത്തിനകത്തുള്ള കാര്യമാണ്. അത് മുഴുവൻ, അതായത് എൻ്റെ വീണ്ടെടുപ്പ്, എൻ്റെ ശുദ്ധീകരണം, കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം, ഇതെല്ലാം കോമൺ ഫെയ്ത്തിനകത്ത് പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫെയ്ത്ത്, ഫണ്ടമെൻ്റലായിട്ടുള്ള അടിസ്ഥാനപരമായ ഈ ഫെയ്ത്ത്, അതിനുവേണ്ടി ഇനി നിങ്ങൾ പോരാടണം. എക്സോർട്ടിങ് യു ടു കണ്ടന്റ് ഏണസ്റ്റ്ലി. ആദ്യം പഠിക്കണം, പിന്നെ പഠിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതും ഉത്സാഹത്തോടെ വേണം, ഉത്സാഹത്തോടെ വേണം. ആ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന കാര്യം നമ്മൾ വായിക്കുമ്പോൾ, പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ വിശ്വാസത്തെക്കുറിച്ച് അവിടെ പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ വിശ്വാസം, അതിനുവേണ്ടി പോരാടണം. അപ്പോൾ ഇവിടുത്തെ ഓരോ വാക്കും പ്രസക്തമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വിശ്വാസം ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഗിവൺ ടു ദ സെയിൻസ്. വിശുദ്ധന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. വിശുദ്ധന്മാർക്കേ ഉപദേശമുള്ളൂ, അല്ലാത്തൊരു ഉപദേശം വേണ്ടല്ലോ, അല്ലാത്തൊരു ഉപദേശം ഇല്ല. ഒരു ഫോൾസ് പ്രോഫറ്റ് അയാളെ സ്കോട്ട്ലൻഡിൽ പ്രസംഗിക്കാൻ വിളിച്ചപ്പം അവിടുത്തെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പുള്ളിയെ വിളിച്ച്, ഞങ്ങൾക്കറിയാം ഇദ്ദേഹം അത്ര കറക്റ്റ് ആളല്ലെന്നറിയാം, അപ്പം എന്നോട് ചോദിച്ചു, സാറേ ഇങ്ങയുടെ ദുരുപദേശം എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ, ഞങ്ങളുടെ പാസ്റ്ററോട് പറയാനാ.
എന്നാൽ ഞാൻ പറഞ്ഞു ഇങ്ങൾക്ക് ദുരുപദേശം ഇല്ല. കാര്യം ഇങ്ങൾക്ക് ഉപദേശമേ ഇല്ല, പിന്നെന്തോ ദുരുപദേശം? ഇങ്ങൾക്ക് ആകെപ്പാടെ ഫോറൻസിക് പ്രോഫസി മറ്റേത് മറിച്ചൊക്കെ ഉള്ളൂ. ഇന്ന് വരെ അയാളൊരു ഉപദേശവും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഉപദേശം ഇല്ല. ഉപദേശം ആർക്കേ ഉള്ളൂ? വിശുദ്ധന്മാർക്കേ ഉള്ളൂ. അല്ലാതെ ഗിമ്മിക്സ് കളിക്കുന്നവനൊന്നും എന്തില്ല, ഉപദേശമില്ല. പക്ഷെ ഉപദേശം വേണ്ട എന്നുള്ള ഉപദേശമുണ്ട്, അതാണ് ദുരുപദേശം. ഉപദേശം വേണ്ട, നിയമം വേണ്ട, അതൊക്കെ ദുരുപദേശമാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ വിശ്വാസം. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഈ വിശുദ്ധന്മാരെന്ന്? 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോൾ ലേഖനം എഴുതുന്നത് ആർക്ക് വേണ്ടിയാ? സുവിശേഷം എല്ലാവരോടും പ്രസംഗിക്കുന്നുണ്ട്. സുവിശേഷം ആരോടാണ് പ്രസംഗിക്കുന്നത്? രക്ഷിക്കപ്പെടാത്ത എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം, ഇല്ലേ? പക്ഷേ ഫെയ്ത്ത് ആരെയാണ് ദൈവം ഭരമേൽപ്പിക്കുന്നത്? സുവിശേഷം അക്സെപ്റ്റ് ചെയ്യുന്നവർ, അവർക്ക് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ആ ഉപദേശം ദൈവം നൽകുന്നത് വിശുദ്ധന്മാർക്കാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഒന്ന്, അവർ പരദേശികളാണ്. ഓക്കെ, ഫോർ ഡയസ്പോറ. രണ്ടാമത്തെ വാക്യം തുടങ്ങുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പ്രീഡെസ്റ്റൈൻഡ് ആണ്. അവരെ ദൈവം വിളിച്ചതാണ്, അവരെ ദൈവം മുന്നറിഞ്ഞതാണ്. അതാണ് നമ്മളവിടെ കാണുന്നത്, ദൈവം മുന്നറിഞ്ഞതായ ആളുകൾ. chosen and destined by God the Father and sanctified by the Spirit for obedience to Jesus Christ and for sprinkling with his water. ഈ ഒരൊറ്റ വാക്യം തന്നെ ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിനിറ്റിയുടെ 3 അവസ്ഥ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ പറയുന്നത്? chosen and destined by God the Father and sanctified by the Spirit for the obedience to Jesus Christ. നോക്ക്, ഇതിനെ ട്രൈക്കോട്ടമൈസ് ചെയ്തൊന്നുമല്ല പറയുന്നത്, 3നെ ഒരുമിച്ച് ചേർത്ത് പറയുകയാണ്. ഫോർ സ്പ്രിങ്ക്ലിംഗ് വിത്ത് ഹിസ് വാട്ടർ, സോ മേ ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് അപ്പോൺ യു. അപ്പോൾ യു ആർ ചോസൻ ആൻഡ് ഡെസ്റ്റൈൻഡ് ബൈ ഗാഡ്. നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും അറിയപ്പെട്ടവരും. ഡെസ്റ്റൈൻഡ്, അത് രണ്ടും കൂടെ പറയുകയാണ്. നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായ വൃതന്മാർക്ക്. വൃതൻ എന്നുള്ള വാക്കാണ് അവിടെ, ചോസൻ എന്നുള്ള വാക്ക് അവിടെ പറയുന്നത്. വി ആർ ചോസൻ പീപ്പിൾ. നമ്മൾ ചോസൻ ആണ്, ചോസൻ, ദി ഇലക്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. വി ആർ ദി ഇലക്ട്, വൃതന്മാർ. വൃതന്മാരെ തെരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ദൈവ കൃപയാണെന്ന് നമ്മൾ പറയാൻ കാര്യം. കൃപയുടെ ഉപദേശം നമുക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല. പക്ഷേ ഹൈപ്പർ ഗ്രേസുകാരൻ തെറ്റിച്ചാ പറയുന്നത്. വേദപുസ്തകത്തിലുള്ളതാണ് കൃപയുടെ ഉപദേശം. കൃപയെന്ന് മിണ്ടാതിരിക്കാനല്ല നമ്മളെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. വി ആർ ചോസൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. കാര്യം തെരഞ്ഞെടുക്കുന്നവനാണ് കൃപ കാണിക്കുന്നത്. എന്നാൽ വൃതന്മാരെ തെരഞ്ഞെടുക്കുന്ന ദൈവമാണെങ്കിലും അത് നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോഴാണ് അവൻ്റെ വിളി നമ്മുടെ സ്വന്തമാകുന്നത്. നമ്മളൊരു കവനന്റിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ വൃതന്മാരാകുന്നത്. ശരിക്കും വേദപുസ്തകപ്രകാരം വൃതൻ എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച വ്യക്തിയെയാണ് വൃതൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്കാണ് വിശ്വാസം ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ലോകത്തിലുള്ള എല്ലാവർക്കുമായിട്ടുള്ള ഉപദേശമല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ള ഉപദേശം ഒന്നേ ഉള്ളൂ. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം, അതാണ് കൽപ്പന. അങ്ങനെ വീണ്ടും ജനിച്ച് കർത്താവിന്റെ വൃതനായി തീർന്ന അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴാണ് ഇറ്റ് ഈസ് യു ആർ ചോസൻ ബൈ ഗാഡ്. അപ്പോയിന്റ്മെന്റ് ഈസ് ഫ്രം ഗാഡ് ആൻഡ് അക്സെപ്റ്റൻസ് ഈസ് ഫ്രം യു.
അപ്പോയിൻമെന്റ് ദൈവത്തിൽ നിന്നാണ്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ കൂടെ വേണം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഫീൽഡിലല്ല, എന്നെ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ CEO ആക്കാനായിട്ട് മൈക്രോസോഫ്റ്റ് തീരുമാനിച്ചെന്ന് വെക്കുക. അപ്പോൾ അത് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ CEO ആകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന അമ്മമാർ എന്നെ കേറ്റുമോ? ഇല്ല. അത് ആര് തീരുമാനിക്കണം? മൈക്രോസോഫ്റ്റ് തീരുമാനിക്കണം എന്നെ CEO ആക്കണോ വേണ്ടായോ. ഇതുപോലെ ഞാൻ ദൈവത്തെ അങ്ങ് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ അത് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എന്നെ ചൂസ് ചെയ്യേണ്ടത് ദൈവമാണ്. അതുകൊണ്ടാണ് ഇത് ദൈവകൃപയാണെന്ന് പറയാൻ കാര്യം. പക്ഷെ ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം മൈക്രോസോഫ്റ്റ് അതിൻ്റെ CEO ആയിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തൊരു ലെറ്റർ തന്നു. അത് ഞാൻ ഒപ്പിട്ട് റിസീവ് ചെയ്തില്ലെങ്കിൽ ഞാൻ മൈക്രോസോഫ്റ്റിൽ ആരുമല്ല. തീരുമാനമെടുത്തത് മൈക്രോസോഫ്റ്റ് ആണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം, റിസീവ് ചെയ്യണം. അതിനാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, എന്നാൽ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. യു ഗെറ്റ് മൈ പോയിന്റ്? ഓരോ വിശുദ്ധന്മാരെയും തിരഞ്ഞെടുത്തത് ദൈവമാണ്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഈസ് ഗിവൺ ബൈ ഗോഡ്. അത് ഞാൻ സൈൻ ചെയ്തിട്ട് ഞാൻ പറയണം, ഐ അക്സെപ്റ്റ് ഇറ്റ് ലോർഡ്, അത് എനിക്ക് വേണം, ഐ വോണ്ട് ടു ബി എ ചൈൽഡ് ഓഫ് ഗോഡ്. അപ്പൊ അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രസക്തി. അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ മൈക്രോസോഫ്റ്റുമായിട്ട് ഞാൻ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ മൈക്രോസോഫ്റ്റിൽ നിന്നുകൊണ്ട് എനിക്ക് IBM വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മൈക്രോസോഫ്റ്റിനകത്ത് ഞാനൊരു കവനന്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ബോസേ ഉള്ളൂ, മൈക്രോസോഫ്റ്റ്. എനിക്ക് IBM വേണ്ടി വർക്ക് ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ ആ തെരഞ്ഞെടുപ്പ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു കവനന്റ് റിലേഷനിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്, ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക്. ആ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന് അനുയോജ്യമായ ഒരു ജീവിതമായിരിക്കണം ഞാൻ ജീവിക്കുന്നത്. പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു ജീവിതം കഴിയത്തില്ല. കവനന്റിലേക്ക് പ്രവേശിക്കാത്തിടത്തോളം കാലം ഞാൻ മൈക്രോസോഫ്റ്റിന്റെ നിയമങ്ങൾക്ക് പുറത്താണ്. പക്ഷെ കവനന്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ മൈക്രോസോഫ്റ്റിന്റെ നിയമങ്ങൾക്ക് അധീനനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ? ഇതേപോലെ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ് ദൈവത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം അവന് നൽകിയിരിക്കുന്നതായ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം. അതാണ് നമ്മൾ യൂദാ ലേഖനത്തിൽ കണ്ടത്. സോ വിശ്വാസം ആർക്ക് വേണ്ടിയാണ്? വൃതന്മാർക്കാണ്. വൃതൻ ആരാണ്? കവനന്റിലേക്ക് പ്രവേശിച്ചവൻ. കവനന്റിലേക്ക് പ്രവേശിക്കാത്തവന് വിശ്വാസം പ്രസക്തമല്ല. അതുകൊണ്ടാണ് കൽപ്പനകൾ അനുസരിക്കാൻ മനസ്സില്ലാത്തവരായി പലരും ദൈവസഭയിൽ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവര് കവനന്റിലേക്ക് പ്രവേശിച്ചവരല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഈ മെഗാ ചർച്ചസിലും മറ്റും കവനന്റ് ഇല്ല. കവനന്റ് ഇല്ലാത്തത് കൊണ്ട് കൽപ്പനയില്ല. യു ആർ ഫ്രീ. ഞങ്ങൾക്ക് 2.5 മണിക്കൂർ പാട്ടുണ്ട്, ആരാധനയുണ്ട്, വരാം, പാടാം, ആരാധിക്കാം, മടങ്ങിപ്പോകാം. വി ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ജോയലോസിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, അവൻ്റെ സഭയിൽ വരുന്ന ആരോട് ഒരു ചോദ്യം ചോദിക്കത്തില്ലെന്ന്. വി ഡോണ്ട് ആസ്ക് യു ക്വസ്റ്റ്യൻസ്. അതാണ് ജോയലോസിൻ പറഞ്ഞിരിക്കുന്നത്. ഹൂ യു ആർ, വാട്ട് യു ആർ ഡൂയിങ്, വി ഡോണ്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻസ്. കാര്യം അവിടെ എന്തില്ല? കവനന്റ് ഇല്ല. അതിനെ ചുവട് പിടിച്ച് ഒത്തിരി സഭകളുണ്ട്, കവനന്റ് ഇല്ലാത്ത സഭകൾ. അവര് പിന്നെന്താ പോകാൻ കാര്യം? അവർക്ക് ഫേവർ കിട്ടിയിട്ടുണ്ട് ദൈവത്തിൽ നിന്ന്. ദാറ്റ്സ് ഓൾ. കവനന്റ് ഇല്ല, ഫേവറുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഫേവർ സ്വീകരിച്ചു. അവർ വിശന്നു, അവർക്ക് ഭക്ഷണം കിട്ടി. പിറ്റേ ദിവസം അവർ വന്നു ഫേവർ കിട്ടാനായിട്ട്. ഭക്ഷണം വേണം. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇന്ന് ഭക്ഷണമില്ല. അങ്ങനെ ചിലപ്പോൾ പറയണം, ഇന്ന് ഭക്ഷണം ഇല്ല എന്നൂടെ പറയണം. അല്ലെങ്കിൽ പിന്നെ
അന്നൂടെ ഭക്ഷണം കൊടുത്തായിരുന്നെങ്കിൽ കാര്യങ്ങൾ തീർന്നു കിട്ടിയാണ്. ആദ്യത്തെ ദിവസം മനസ്സരിഞ്ഞ് ഭക്ഷണം കൊടുത്തു, പിറ്റേ ദിവസം ഭക്ഷണത്തിന് വേണ്ടി വന്നു. ഞാൻ പറയാറുണ്ട്, ആദ്യത്തെ ദിവസം അവർ ചെന്നത് പോലും ഭക്ഷണത്തിനല്ല. കർത്താവ് നോട്ടീസൊന്നും അടിച്ചില്ലായിരുന്നല്ലോ. ദർ വിൽ ബി എ മീറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ദ മീറ്റിംഗ് ദർ വിൽ ബി ഈറ്റിംഗ് ആൻഡ് ദാറ്റ് വിൽ ബി മീറ്റ് ഈറ്റിംഗ് എന്നൊന്നും എഴുതിയൊന്നുമില്ലല്ലോ. യോഗത്തിന് ശേഷം ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്നതാണെന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അവരാരും ഫുഡിന് വേണ്ടി വന്നവരല്ല. പക്ഷേ ഫുഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വന്നത് ഫുഡിന് വേണ്ടിയാണ്. ഇത് പലപ്പോഴും സഭകളിൽ പറ്റുന്ന, ക്രിസ്തീയ സമൂഹത്തിൽ പറ്റുന്ന വലിയ പ്രശ്നമാണ്. ആളുകൾ വരുന്നു, ദൈവത്തിൽ നിന്നൊരു ഫേവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫേവറിന് വേണ്ടിയാണ് വരുന്നത്. അകലെ ആ കാൽവരി നിരയിൽ പിടയുന്നു ലോകൈകനാഥൻ. ഇനിയും ഉറങ്ങാത്ത നാഥന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു ജീവന്റെ ദാനം. അകലെ ആ കാൽവരി നിരയിൽ പിടയുന്നു ലോകൈകനാഥൻ. ഇനിയും ഉറങ്ങാത്ത നാഥന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു ജീവന്റെ ദാനം. ഞാനെൻ കൈകൾ നിരാശയിൽ നീറുമ്പോഴും ഉയിർപ്പിന്റെ കാഹളനാദം നീതിമാന്റെ യാചനയായി നിറവാനിൽ ചിരി തൂക്കും നിലാവായി മഹോന്നതൻ വാനിൽ ഉദയമായി. നിറവാനിൽ ചിരി തൂക്കും നിലാവായി മഹോന്നതൻ വാനിൽ ഉദയമായി. അകലെ ആ കാൽവരി നിരയിൽ പിടയുന്നു ലോകൈകനാഥൻ. വിദൂരമാം വീഥികൾ താണ്ടി വിനാശമാം പാതകൾ തേടി വിവശനായി നീങ്ങിയ നാളിൽ വിരൂപനായി മാറിയ നേരം നാഥൻ തൻ രൂപം തന്നെന്നെ വീണ്ടെടുത്തു. നാഥൻ ചാരയായി ഇന്നാഥൻ തൻ രൂപം തന്നെന്നെ വീണ്ടെടുത്തു. നാഥൻ ചാരയായി. അകലെ ആ കാൽവരി നിരയിൽ പിടയുന്നു ലോകൈകനാഥൻ. ഇനിയും ഉറങ്ങാത്ത നാഥന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു ജീവന്റെ ദാനം. അകലെ ആ കാൽവരി നിരയിൽ പിടയുന്നു ലോകൈകനാഥൻ. ഇനിയും ഉറങ്ങാത്ത നാഥന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു ജീവന്റെ ദാനം.